എന്താണ് എല്ലാ മക്കളുടെയും വിശേഷങ്ങൾ? എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 3ാം ക്ലാസ്സിലെ EVSലെ രണ്ടാമത്തെ പാഠഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ പാഠഭാഗം നമ്മൾ നോക്കി, അതുപോലെ തന്നെ ഇതിൻ്റെ മലയാളം വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇംഗ്ലീഷ് മീഡിയത്തിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ടു ദ വേൾഡ് ഓഫ് എനിമൽസ് എന്നുള്ളതാണ്. ഒന്നാമത്തെ പാഠഭാഗത്ത് നമുക്ക് പ്ലാന്റ്സിനെ കുറിച്ചിട്ടായിരുന്നു പഠിച്ചത് അല്ലേ. ഇനി രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ എനിമൽസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇവിടെ ഈ ഒരു പിക്ചർ നോക്കൂ. ഇവിടെ ഒരുപാട് എനിമൽസ് ഉണ്ട് അല്ലേ. ഒരു കുട്ടിയുണ്ട്, ഒരുപാട് എനിമൽസ് ചുറ്റും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. വാവ്, ഓൾ ഓഫ് യു ഹാവ് കം ഏർലി ടുഡേ, വെരി ഗുഡ്. അപ്പോൾ ആ കുട്ടി പറയാണ്, ഇന്ന് എല്ലാവരും നേരത്തെ തന്നെ വന്നല്ലോ എന്ന് പറയാണ്. സീ ഹെർ ഫ്രണ്ട്സ് മിത്ര കെയിം ഔട്ട് ഓഫ് ഹെർ ഹൗസ്. അപ്പോൾ അവൾ വീടിൻ്റെ പുറത്തിറങ്ങിയിട്ട് പറയാണ്, ഇന്ന് എല്ലാവരും നേരത്തെ തന്നെ വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ചിൽഡ്രൻ, യു ഹാവ് സീൻ ദ സറൗണ്ടിങ്സ് ഓഫ് മിത്രാസ് ഹൗസ്. ഇപ്പം നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നത് മിത്രയുടെ ഹൗസിൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങളാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. വിച്ച് ക്രിയേച്ചേഴ്സ് ആർ ദർ ഇൻ ദ പിക്ചർ. അപ്പോൾ ഈ പിക്ചറിൽ ഏതൊക്കെയാണ് ക്രിയേച്ചേഴ്സ് ഉള്ളത്? ആരൊക്കെയുണ്ട് കൂട്ടുകാരെ? ഇവിടെ ഡോഗ്, അതുപോലെ തന്നെ കാറ്റ്, ഗോട്ട്, ഹെൻ, റൂസ്റ്റർ, ചിക്സ്, ബട്ടർഫ്ലൈ, സ്ക്യൂരൽ, വുഡ് പെക്കർ, പാരറ്റ്, കൗ, കിങ് ഫിഷർ. ഇത്രയും എനിമൽസ് അല്ലെങ്കിൽ ക്രിയേച്ചേഴ്സ് അവിടെ ഉണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എമംഗ് ദീസ് വിച്ച് ക്രിയേച്ചേഴ്സ് ഡു മിത്രാസ് റൈസ്. ഇതിൽ ഏതൊക്കെ ജീവികളെയാവും മിത്ര വളർത്തുന്നുണ്ടാവുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഏതൊക്കെയാണ് കൂട്ടുകാരെ? കാറ്റ്, ഡോഗ്, കോട്ട്, ഹെന്ന്, റൂസ്റ്റർ, ചിക്സ്. ഇതൊക്കെയാണ് മിത്ര വളർത്തുന്നത് ഉള്ളത്. ഓക്കെ, ഇനി തേർഡ് വൺ, വിച്ച് ക്രിയേച്ചേഴ്സ് ഡു ഹ്യൂമൻസ് റൈസ് ആസ് പെറ്റ്സ്. ഇതിൽ ഏതൊക്കെയാണ് മനുഷ്യന് ഇണക്കി വളർത്തുന്നത്, പെറ്റായിട്ട് വളർത്തുന്നത് ഏതൊക്കെയാണ്? ഓക്കെ, ഇതിലല്ല ഏതൊക്കെ ജീവികളെ വളർത്തുന്നുണ്ട്, ഏതിനൊക്കെയാണ്? കൗ, ഗോറ്റ്, ഹെൻ, റൂസ്റ്റർ, ഹോഴ്സ്, റാബിറ്റ്, ഡോഗ്, ഫിഷേഴ്സ്. ഇതിനൊക്കെ നമ്മൾ പെറ്റായിട്ട് വളർത്താറുണ്ട്. ദെൻ വൈ ഡു വി റേസ് എനിമൽസ്. എന്തിനാണ് ശരിക്കും നമ്മൾ ഈ ഒരു ജീവികളെയൊക്കെ വളർത്തുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ഫുഡ്, ഭക്ഷണത്തിന്, ആഹാരത്തിന് വേണ്ടിയിട്ട്. ഫോർ സെക്യൂരിറ്റി അല്ലെ. പട്ടിനെയൊക്കെ നമ്മൾ വളർത്തുന്നത് എന്തിനാണ്? ഡോഗിനെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി, ചിലത് മൃഗങ്ങളെ വളർത്തുന്നത് ഒരു ക്യൂരിയോസിറ്റി വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പോൾ പൂച്ചനെയൊക്കെ വളർത്തുന്നത് ഒരു ക്യൂരിയോസിറ്റിയാണ്. അതുപോലെ തന്നെ ഫോർ അഗ്രികൾച്ചറൽ പർപ്പസസ്. അതുപോലെ കൗ, ഗോട്ട് ഇതിനൊക്കെ വളർത്തുന്നത് അഗ്രികൾച്ചറൽ പർപ്പസസിന് വേണ്ടിയിട്ടാണ്. ഹൗ ഡു ദ ഗിവൺ ഡൊമസ്റ്റിക് എനിമൽസ് ബെനിഫിറ്റ് ആസ്. താഴെ തന്നിട്ടുള്ള എനിമൽസ് നമുക്ക് എങ്ങനെയൊക്കെയാണ് ബെനിഫിറ്റ് ആവുന്നത്, എങ്ങനെയൊക്കെയാണ് ഗുണമുള്ളതായിട്ട്, പ്രയോജനമുള്ളതായിട്ട് മാറുന്നത്? കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ആഡിങ് ദ ബെനിഫിറ്റ്സ് ഓഫ് ഡൊമസ്റ്റിക് എനിമൽ. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ തന്നിട്ടുള്ളത് ഗോറ്റും ഹെന്നുമാണ്, ബാക്കി നമുക്ക് എഴുതി കൊടുക്കാം. അപ്പോൾ ഗോറ്റിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഫോർ മിൽക്ക്, ഫോർ മീറ്റ്, ഫോർ അഗ്രികൾച്ചറൽ പർപ്പസസ്. ഹെന്ന് ഫോർ മീറ്റ്, ഫോർ എഗ്. ഇനി കൗ നോക്കാം. കൗ എന്തിനൊക്കെയാണ്? ഫോർ മിൽക്ക്, ഫോർ മീറ്റ്, ഫോർ അഗ്രികൾച്ചറൽ പർപ്പസസ്. ഹോഴ്സ് ഫോർ ട്രാവൽ പർപ്പസിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഡക്ക് ഫോർ മീറ്റ് ആൻഡ് എഗ്. ഫിഷ് ഫോർ മീറ്റ് ആൻഡ് പ്ലഷർ എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷം, അതിനും കൂടി വേണ്ടിയാണ് നമ്മൾ ഫിഷിനെയൊക്കെ വളർത്തുന്നത്. അപ്പോൾ ഇതേപോലെ ഈ ഒരു ടേബിൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. We raise animals for various purposes. Milk, egg, meat of some animals are used as food. We keep some other animals for pleasure. അപ്പോൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എനിമൽസിനെ വളർത്തുന്നുണ്ട് അല്ലേ. ചിലതിനെ നമുക്ക് എന്തിനാണ്? മിൽക്കിന് വേണ്ടിയിട്ട്, ചിലതിനെ എഗ്ഗിന്, ചിലതിനെ മീറ്റിന് വേണ്ടിയിട്ട് ഒക്കെ വളർത്തുന്നുണ്ട്. അപ്പോൾ ചില എനിമൽസിനെ നമ്മളൊരു പ്ലഷറിന് വേണ്ടിയിട്ട്, നമ്മുടെ ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട് നമ്മൾ വളർത്താറുണ്ട്. Many creatures. ഹൗ മെനി ക്രിയേച്ചേഴ്സ് കുഡ് യു ഐഡൻറ്റിഫൈ ഫ്രം ദ പിക്ചേഴ്സ്. അപ്പോൾ ഇവിടെ താഴെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെ നിങ്ങൾക്ക് അറിയുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. റൈറ്റ് ഡൗൺ ദെയർ നെയിംസ്. അപ്പോൾ അവിടെ പേര് നമുക്ക് എഴുതി കൊടുക്കണം. ഒന്ന് ലിസാർഡാണ്, സെക്കൻഡ് വൺ സ്നേയിൽ, ദെൻ ആൻറ്റി, കൂപ്പർ പോട്ട്, സെൻറ്റിപ്പേഡ്, ബാറ്റ്, മോങ്കൂസ്, മില്ലിപ്പേഡ്. ഇതൊക്കെയാണ് ഈ ഒരു പിക്ചറിലുള്ളത് എന്ന് പറയുന്നത്. ദെൻ ദേ ലീവ് ഇൻ അവർ ഹോംസ് ആൻഡ് സറൗണ്ടിങ്സ്. ഇവരൊക്കെ എവിടെയാണ് ജീവിക്കുന്നത്? നമ്മുടെ വീട്ടിലും നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടുമാണ് ജീവിക്കുന്നത്. ആർ ദർ എനി ഡൊമസ്റ്റിക് എനിമൽസ് എമംഗ് ദീസ്. അപ്പോൾ എന്താണ്? ഇതിൽ വളർത്തുന്ന ജീവികളുണ്ടോ? ഇതിൽ വളർത്തുന്ന ജീവികളൊന്നുമില്ല അല്ലേ. ഇതിനൊന്നും നമ്മളങ്ങനെ വളർത്താറില്ല. ഫൈൻഡ് ഔട്ട് മോർ ക്രിയേച്ചേഴ്സ് ഇൻ ആൻഡ് അറൗണ്ട് യുവർ ഹോം ആൻഡ് റൈറ്റ് ഡൗൺ ദെയർ നെയിംസ് ഇൻ യുവർ എൻവയോൺമെൻറ്റ് സയൻസ് ഡയറി. അപ്പോൾ ഇത്തരത്തിലുള്ള ജീവികളെ നിങ്ങൾ കണ്ടെത്തിയിട്ട് അവരുടെ പേരൊക്കെ നിങ്ങൾ സയൻസ് ഡയറിയിൽ ഒന്ന് എഴുതി കൊടുക്കാം. ഹൗ മെനി ക്രിയേച്ചേഴ്സ് ഡിഡ് യു ഫൈൻഡ്? ഹൗ മെനി ഡിഡ് യുവർ ഫ്രണ്ട്സ് ഫൈൻഡ്? അപ്പോൾ നിങ്ങൾ എത്ര കണ്ടെത്തി, നിങ്ങളുടെ ഫ്രണ്ട്സ് എത്ര കണ്ടെത്തി എന്ന് നിങ്ങൾ നോക്കുക.
ദെൻ ടൈനി വൺസ് ആൻഡ് ജിയാൻ എന്താണ് ഇത്തിരി കുഞ്ഞന്മാരും അതുപോലെ തന്നെ വമ്പന്മാരുമാണ് പറയുന്നത്. മിത്ര ആൻഡ് ഫ്രണ്ട്സ് ആർ പ്ലേയിങ് എ ഗെയിം. മിത്രയും കൂട്ടുകാരും കൂടെ ഗെയിം കളിക്കുകയാണ്. ദേ സേ ദി നെയിംസ് ഓഫ് ക്രിയേച്ചേഴ്സ്. അപ്പോൾ അവരെന്താണ് ക്രിയേച്ചേഴ്സിൻ്റെ നെയിമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത്രയും കൂട്ടുകാരും എന്ത് ഗെയിമാണ് പറയുന്നത്? ക്രിയേച്ചേഴ്സിൻ്റെ പേര് പറഞ്ഞ് കളിക്കുകയാണ് അല്ലേ. ഹൂ വിൽ ഫൈൻഡ് ദ മോസ്റ്റ് നമ്പർ ഓഫ് ക്രിയേച്ചേഴ്സ് ഇറ്റ് ബിക്കംസ് എ കോണ്ടെക്സ്റ്റ്. എന്താണ് ഇപ്പം ഏറ്റവും കൂടുതൽ ആരാണ് പറയുന്നത് അതൊരു മത്സരമായിട്ട് അവർ എടുക്കുകയാണ്. ഗ്രാസ് ഹൂപ്പർ, ഫയർഫ്ലൈ, ചാമലോൺ, പീച്ചൽ, കൗ. ദേ ഡിഡ്ന്റ് ഫോർഗെറ്റ് ടു ഡ്രോ ദ പിക്ചേഴ്സ് ഓഫ് ദ ക്രിയേച്ചേഴ്സ്. അപ്പോൾ അവർ പറയുന്നതിനോടൊപ്പം എന്തും കൂടെ ചെയ്യുന്നുണ്ട്, അവരുടെ പേരും ചിത്രം കൂടെ ഇവിടെ വരക്കുന്നുണ്ട്. അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഡിഡ് യു സീ ദ പിക്ചേഴ്സ് ഓഫ് ദ ക്രിയേച്ചേഴ്സ് ദാറ്റ് മിത്ര ഡ്രൂ. അപ്പോൾ ഇതൊക്കെ മിത്ര വരച്ചിട്ടുള്ള പിക്ചേഴ്സാണ് മേലെ കൊടുത്തിട്ടുള്ളത്. ഷോൾ വി പ്ലേ ദ സെയിം ഗെയിം. അപ്പോൾ നമുക്കും ഇതേപോലെയുള്ള ഗെയിം കളിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത്തരത്തിലുള്ള ഗെയിം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് കളിക്കുക. അപ്പോൾ അന്നും കൂടെ നിങ്ങൾ നോക്കണം. പ്രസൻറ്റ് ദ സൗണ്ട് ഓർ മൂവ്മെൻറ്റ് ഓഫ് എ ഫ്യൂ ക്രിയേച്ചേഴ്സ് വിത്തൗട്ട് നെയിമിങ് ദം. ചില ക്രിയേച്ചേഴ്സിൻ്റെ പേരൊന്നും നിങ്ങൾ പറയണ്ട. നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ ശബ്ദമോ അല്ലെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റോ എന്തെങ്കിലുമൊക്കെ കാണിക്കാം. ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഐഡൻറ്റിഫൈ ദ ക്രിയേച്ചർ. ഓക്കെ, ദെൻ ക്രിയേറ്റ് എ ടേബിൾ വിത്ത് ദ നെയിംസ് ഓഫ് ദ ക്രിയേച്ചേഴ്സ് ദാറ്റ് യു ഫൗണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടെത്തിയത് ആരൊക്കെയാണോ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ ഒന്ന് വരച്ച് ചേർക്കുക. ഓക്കെ, അതിൻ്റെ പേരൊക്കെ നിങ്ങളൊന്ന് ടേബിൾ ചെയ്യുക. ഡ്രോ ദ കളർ ദം. അതുപോലെ തന്നെ അവരെ വരച്ചിട്ട് കളറും കൂടെ നിങ്ങൾ കൊടുക്കുക. നെക്സ്റ്റ് വൺ, വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് എനിമൽ ഇൻ യുവർ ലിസ്റ്റ്. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുള്ള ലിസ്റ്റിലെ ഏറ്റവും ചെറിയ എനിമൽ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും ഏതൊക്കെയാണ് ചെറുത് ഏതൊക്കെയാണ് വലുത് എന്നുള്ളത്. ദെൻ അറേഞ്ച് the name of the animals in your table based on their size. അപ്പോൾ അതിൻ്റെ സൈസ് അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, അവയുടെ പേര് നിങ്ങളുടെ ഡയറിയിൽ എഴുതി നോക്കാം. ഹാവ് യു നോട്ടീസ്ഡ് ദ ടൈനി ക്രിയേച്ചേഴ്സ് ഇൻ യുവർ സറൗണ്ടിങ്സ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുമുള്ളതിലെ ഏറ്റവും ചെറുത് ഏതാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും. ഹാവൻറ്റ് യു സീൻ മെനി ടൈനി ക്രിയേച്ചേഴ്സ് ഇൻ യുവർ സ്കൂൾ സറൗണ്ടിങ്സ്. അതുപോലെ നിങ്ങളുടെ സ്കൂളിലെ ചുറ്റുമുള്ളതിലെ ഏറ്റവും ചെറുത് ഏതാണ്, അതുപോലെ തന്നെ അത് ഏതൊക്കെയാണ്. ആർ ദേ ഓൾ ദ സെയിം സൈസ്. അതെല്ലാം ഒരേ സൈസിലുള്ളതാണോ. അതേപോലെ തന്നെ ലെറ്റ് us ഒബ്സർവ് ദം ടുഗെദർ. പ്ലീസ് ആസ് ദ ഹാൻഡ്ലെസ് ഓഫ് യുവർ ഒബ്സർവേഷൻ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊരു ഹാൻഡ് ലെൻസ് എടുത്തിട്ട് നിങ്ങളൊരു ഗ്രൂപ്പായിട്ട് നിങ്ങളുടെ സ്കൂളിന് ചുറ്റുമൊക്കെ നിങ്ങളൊന്ന് നിരീക്ഷിക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ എവിടെയൊക്കെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇൻ ദ സോയിൽ, മണ്ണിൽ പറ്റും അല്ലേ. അതുപോലെ ഇൻ ദ പ്ലാന്റ്, ചെടികളിൽ പറ്റും. ദെൻ ഇൻ ദ ഫീൽഡ്, എവിടെയാണ്, വയലുകളിൽ പറ്റും. നിയർ ദ പോണ്ട്, അതുപോലെ തന്നെ കുളങ്ങളുടെ അടുത്ത് പറ്റും. ഇൻ ദ ട്രീസ്, മരത്തിലും പറ്റും. അപ്പോൾ ഇവിടെയൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ക്രിയേച്ചേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനൊക്കെ നിങ്ങൾ ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് ഒബ്സർവ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ പേരൊക്കെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. Then write down the names of the tiny creatures that you found in your environmental science diary. അപ്പോൾ അതിൽ ഏറ്റവും ചെറുത് ഏതാണെന്നുള്ളതൊക്കെ നിങ്ങൾ നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതി കൊടുക്കുക. നെക്സ്റ്റ് വൺ ഫിംഗർ ഡ്രോയിങ്സ് ആണ്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്. ദേ ആർ ഡ്രോൺ ബൈ ഡിപ്പിംഗ് ഫിംഗേഴ്സ് ഇൻ ഇങ്ക് ആൻഡ് ഇംപ്രിൻറ്റിംഗ് ദ സെയിം ഓൺ പേപ്പർ. ഡ്രോ മോർ പിക്ചേഴ്സ് ലൈക്ക് ദീസ്. അപ്പോൾ നിങ്ങൾ മഷിയിൽ മുക്കി നമ്മുടെ വിരലിൽ, നമ്മുടെ തമ്പ് കടലാസിൽ പതിപ്പിച്ചിട്ട് ചിത്രങ്ങൾ വരച്ചതാണിത്. ഇതേപോലെ നിങ്ങളും ഒന്ന് വരച്ചു നോക്കുക. നെക്സ്റ്റ് വൺ വെറൈറ്റി ഇൻ ഫീച്ചേഴ്സ്. അപ്പോൾ എന്താണ്, നമുക്കറിയാം ഒരുപാട് അനിമൽസ് നമുക്ക് ചുറ്റുമുണ്ട്. എല്ലാ അനിമൽസും മറ്റൊന്നിൻ്റെ പോലെയാണോ? അല്ല, ഒരുപാട് ഫീച്ചേഴ്സ് അതിനുണ്ട് അല്ലേ. ഐഡൻറ്റിഫൈ ദ അനിമൽസ് ബൈ ഒബ്സർവിങ് ദ ബോഡി പാർട്സ് ഇൻ ദ പിക്ചർ. അപ്പോൾ ഈ പിക്ചർ നോക്കൂ കൂട്ടുകാരെ, ഇവിടെ കുറച്ച് അനിമൽസിൻ്റെ ബോഡി പാർട്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഫസ്റ്റ് വണ് ഇതെന്താണ്, ഇത് എലിഫൻ്റ് ആണല്ലേ. ഇത് പീക്കോക്കാണ്, ഇത് സീബ്രയാണ്, ഇത് ഹെന്നാണ്. നമുക്ക് അതിൻ്റെ ഓരോ ഭാഗങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇത് ഏതൊക്കെയാണെന്ന്. ദെൻ ഹൗ ഡു ദീസ് അനിമൽസ് ഡിഫർ. അപ്പോൾ ഇതെങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിരിക്കുന്നത്? അതിൻ്റെ കളറിൽ, അതിൻ്റെ സ്പോട്സിൽ, അതിൻ്റെ ഷേപ്പ് ആൻഡ് സൈസിൽ, ഇതിലൊക്കെ അത് ഡിഫറെൻ്റ് ആണ് അല്ലേ. അതിൻ്റെ നിറത്തിൽ, അതിൻ്റെ പുള്ളികളിൽ, അതുപോലെ തന്നെ അതിൻ്റെ ഷേപ്പ് സൈസ് എല്ലാം ഡിഫറെൻ്റ് ആണ്. ആർ ദ ക്രിയേച്ചേഴ്സ് വിച്ച് ക്യാൻ ബി ഐഡൻറ്റിഫൈ ബൈ ഒബ്സർവിങ് ദ കളർ. അപ്പോൾ ഒരു കളർ കണ്ടിട്ട് നമുക്ക് ഏതൊക്കെ ജീവികൾ, ഏതൊക്കെ ക്രിയേച്ചേഴ്സിനെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും? എലിഫൻറ്റ്, പാരറ്റ്, കൗ, ഇതിനൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. വിച്ച് ആർ ദ ക്രിയേച്ചേഴ്സ് ദാറ്റ് യു ക്യാൻ ഐഡൻറ്റിഫൈ ബൈ ലുക്കിംഗ് അറ്റ് ദെയർ ഹോൺസ്. അതിൻ്റെ ഹോൺസ്, കൊമ്പുകൾ കണ്ട ആരൊക്കെ മനസ്സിലാക്കാം? എലിഫൻറ്റ്, കൗ, കോട്ട്, ഇതിനൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഹൗ അബൌട്ട് സ്പോട്സ്. അതുപോലെ പുള്ളികൾ കണ്ടാലോ? പീക്കോക്ക്, ഹെന്ന്, സീബ്ര, ഇതിനൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എവറി ക്രിയേച്ചേഴ്സ് ഈസ് ഡിഫറെൻറ്റ് ഇൻ ഷേപ്പ്, സൈസ്, കളർ, ഹോൺസ്, നെയിൽ, സ്പോട്സ്, സ്പ്രിക്സ് എക്സെട്ര. അപ്പോൾ
ഓരോ ക്രിയേച്ചേഴ്സും അതിൻ്റെ ആകൃതിയിലും അതുപോലെ തന്നെ വലുപ്പത്തിലും നിറത്തിലും കൊമ്പ്, നഖം, പുള്ളികൾ, അതിൻ്റെ വരകൾ ഇതിലെല്ലാം വ്യത്യാസമാണ്. എല്ലാം ഒരേപോലെയല്ല, ഓരോന്നും അതിൻ്റേതായ ഫീച്ചേഴ്സ് അവർക്ക് ഉണ്ട്. ദെൻ സീ ക്രിയേച്ചേഴ്സ്, ഇതുവരെ നമ്മൾ പറഞ്ഞത് ഭൂമിയിലുള്ള ജീവികളെ കുറിച്ചിട്ടാണ്. ഇനി ഭൂമിയിൽ മാത്രമാണോ ജീവികൾ? അല്ല, കടലിലും കുളത്തിലും ഒക്കെ ഒരുപാട് ജീവികളുണ്ട്. വി നോ ദാറ്റ് ബിഫോർ ആർ മെനി കൈൻഡ്സ് ഓഫ് ഫിഷസ് ഇൻ ദ സീ. അഥവാ കടലിൽ ഒരുപാട് മീനുകളുണ്ടെന്ന് നമുക്കറിയാം അല്ലേ. സീ ഈസ് ദ ഹാബിറ്റേറ്റ് നോട്ട് ഓൺലി ടു ഫിഷ് ബട്ട് ഓൾസോ ടു മെനി അതർ ക്രിയേച്ചേഴ്സ്. ആക്ച്വലി ഈ സീയിൽ ഈ ഫിഷസ് മാത്രമേ ഉള്ളൂ, ഫിഷസ് മാത്രം നമുക്ക് കിട്ടുന്നത് അല്ലേ. പക്ഷെ ആക്ച്വലി ഫിഷസ് മാത്രമല്ല, ഒരുപാട് ജീവികൾ, ക്രിയേച്ചേഴ്സ് സീയിലുണ്ട്. ദർ ആർ മോർ ക്രിയേച്ചേഴ്സ് ഇൻ ദ സീ ദാൻ ഓൺ ലാൻഡ്. അപ്പോൾ കരയിലുള്ളതിനേക്കാൾ, ലാൻഡിലുള്ളതിനേക്കാൾ കൂടുതലുള്ളത് എവിടെയാണ്? ഈ കടലിലാണ്. വിച്ച് സീ അനിമൽസ് ഡു യു നോ? നിങ്ങൾക്ക് ഏതെങ്കിലും സീ അനിമലെ നിങ്ങൾക്ക് അറിയുമോ? ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് റൈറ്റ് ദം. നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടൊന്ന് എഴുതുക. സീ ദ പിക്ചേഴ്സ് ഓഫ് സം ഓഫ് ദ സീ ക്രിയേച്ചേഴ്സ്. അപ്പോൾ ഇവിടെ താഴെ കുറച്ച് സീ ക്രിയേച്ചേഴ്സിൻ്റെ പിക്ചേഴ്സ് ആണ് തന്നിട്ടുള്ളത്. ഒന്ന് സീ ഹോൾസ് ആണ്, ദെൻ സീ ഹെഡ് ഗോങ് ആണ്, സീ ക്യൂക്കംബർ, സീ കൗ. ഓക്കെ, വൈ ഡിഡ് ദി സീ ക്രിയേച്ചേഴ്സ് ഗെറ്റ് സച്ച് നെയിം? എങ്ങനെയായിരിക്കും ഇവർക്ക് ഈ പേരൊക്കെ കിട്ടിയിട്ടുണ്ടാവുക? ഇവിടെ നോക്കൂ, ഇവിടെ ഒരു ക്രിയേച്ചറിന് അതിൻ്റെ പേര് കിട്ടിയതാണ് പറയുന്നത്. ബ്ലൂ വെയിൽ, ദ ലാർജസ്റ്റ് ക്രിയേച്ചർ ഓൺ ദ എർത്ത് ലീവ്സ് ഇൻ ദ സീ. ബ്ലൂ വെയിൽ എന്ന് പറയുന്നത് കടലിലെയും കരയിലെയും ഒക്കെ കൂടിയിട്ട് ഏറ്റവും വലിയ ജീവിയാണ്. ദേ ആർ നോട്ട് ഫ്രം ദ ഫാമിലി ഓഫ് ഫിഷ്. ആക്ച്വലി ഇതെന്താണ്, ഒരു ഫിഷിൻ്റെ ഫാമിലിയിൽ നിന്ന് വരുന്നതല്ല. ബ്ലൂ വെയിൽസ് ഗിവ് ബർത്ത് ടു ദെയർ ഓഫ് സ്പ്രിങ്. അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ഒരു ജീവി കൂടിയാണ് ബ്ലൂ വെയിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, മെനി വേയ്സ് ഓഫ് മൂവ്മെൻറ്റ്. എല്ലാ ജീവികളും ഒരേ രീതിയിലാണോ അതിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്? അല്ല, ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ മൂവ്മെൻറ്റിൽ ഡിഫറൻസ് ഉണ്ട്. ഇവിടെ ഈ ഒരു കടലാസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾ നോക്കുക. ദ ഫിഗേഴ്സ് ഓഫ് വിച്ച് ക്രിയേച്ചേഴ്സ് ആർ ഫൗണ്ട് ഇൻ ദ പിക്ചർ. മേക്ക് ദം ബൈ ഫോൾഡിങ് പേപ്പേഴ്സ്. പേപ്പേഴ്സ് ഫോൾഡ് ചെയ്തിട്ടാണ് ഇതൊക്കെ അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. യൂസ് ദീസ് ഫിഗർ ടു ഷോ ഹൗ ദേ മൂവ്. അപ്പോൾ ഇതെന്ന് മനസ്സിലാക്കുന്നത് അവരെങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്നതാണ് ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അല്ലേ. ഒന്നാമത്തെ ഒരു ബേർഡാണ്, രണ്ടാമത്തേന്ന് പറയുന്നത് ടോട്ടോയ്സ് ആണ്, അതുപോലെ തന്നെ അടുത്തത് സ്നേക്ക് ആണ്, ദെൻ ഫിഷ് ആണ്. അപ്പോൾ അതിൻ്റെ ഷേപ്പും അതിൻ്റെ ഒരു മൂവ്മെൻറ്റും നമുക്ക് കണ്ടാൽ തന്നെ അത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കാറ്റഗറൈസ് ക്രിയേച്ചേഴ്സ് ബേസ്ഡ് ഓൺ ദെയർ മൂവ്മെൻറ്റ്. അപ്പോൾ മൂവ്മെൻറ്റ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യണം? ക്രിയേച്ചേഴ്സിനെ നമുക്കൊന്ന് കാറ്റഗറൈസ് ചെയ്യണം. ഫസ്റ്റ് വൺ വാക്കിംഗ് ക്രിയേച്ചേഴ്സ് ആണ്. ഏതൊക്കെയാണ്? ഡിയർ, ടൈഗർ, എലിഫൻറ്റ്, ലയൺ. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ക്രൗലിംഗ് ക്രിയേച്ചേഴ്സ് ആണ്. ഓക്കെ, ക്രൗലിംഗ് എന്ന് പറഞ്ഞാൽ ഇഴഞ്ഞു പോകുന്നത്. സ്നേക്ക്, സ്നെയിൽ, ടോട്ടോയ്സ്, മില്ലിപ്പേഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഫ്ലൈയിങ് ക്രിയേച്ചർ ആണ്. ഫ്ലൈയിങ് ക്രിയേച്ചേഴ്സിൽ ഏതൊക്കെയാണ്? ഈഗിള്, പീജിയൻ, പാരറ്റ്, ക്രോ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്വിമ്മിങ് ക്രിയേച്ചേഴ്സ് ആണ്. ഫിഷ്, ക്രാബ്, ക്രോക്കറ്റൈൽ, ഫ്രോഗ്. ഓക്കെ, അപ്പോൾ ഇതിനനുസരിച്ച് ഇത് കൂട്ടുകാർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, നെക്സ്റ്റ്, ഈസ് ദർ എനി ക്രിയേച്ചേഴ്സ് ദാറ്റ് മൂവ്സ് ഇൻ ഡിഫറെൻറ്റ് വേസ്. വേറെ ഏതെങ്കിലും ക്രിയേച്ചേഴ്സ് വേറെ ഏതെങ്കിലും മൂവ്മെൻറ്റ്സിലൂടെ സഞ്ചരിക്കുന്നതുണ്ടോ? ഇതല്ലാതെ വേറെ ഏതെങ്കിലും ഉണ്ടോ കൂട്ടുകാരെ? ഒബ്സർവ് ദ മൂവ്മെൻറ്റ് ഓഫ് ക്രിയേച്ചേഴ്സ് ലൈക്ക് ഫ്രോഗ്സ് ആൻഡ് ഗ്രാസ് ഹൂപ്പർ. അപ്പോൾ ഗ്രാസ് ഹൂപ്പറും ഫ്രോഗ്സ് ഒക്കെ സഞ്ചരിക്കുന്നത് എങ്ങനെയാണ്? ചാടി ചാടിയാണ് പോവാറുള്ളത് അല്ലേ. അപ്പോൾ ഈ പറയുന്ന ആ ഒരു മൂവ്മെൻ്റ് അല്ല അവർക്കുള്ളത്. ഈസ് ദർ എനി കണക്ഷൻസ് ബിറ്റ്വീൻ ദ ബോഡി ഫീച്ചേഴ്സ് ആൻഡ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ ക്രിയേച്ചേഴ്സ്. അപ്പോൾ ഈ എനിമൽസിൻ്റെ ബോഡിയിലുണ്ടാകുന്ന ഫീച്ചേഴ്സിനും അല്ലെങ്കിൽ അതുപോലെ തന്നെ അവരുടെ ഈ ഒരു മൂവ്മെൻറ്റും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹോഴ്സ് ആണ്. ഹോഴ്സിൻ്റെ ബോഡി ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് 4 legs that bend backwards ആണ്. അപ്പോൾ പിന്നിലേക്ക് മടക്കാൻ പറ്റുന്ന ലെഗ്സ്, 4 legs ആണ് അതിനുള്ളത്. അത് വോക്ക് ചെയ്യുകയും ചെയ്യും, അതുപോലെ റൺ ചെയ്യുകയും ചെയ്യും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്നേക്ക് ആണ്. ഇറ്റ് ഹാസ് നോൺ ലെഗ്സ് ആൻഡ് ഹാൻഡ്സ്. എന്താണ് അതിന്? നോൺ ലെഗ്സ് ആണ്, അതിന് കാലുകളില്ല, അതുപോലെ തന്നെ കൈകളുമില്ല. അതെങ്ങനെയാണ്? ക്രൗൾ ചെയ്യുന്നതാണ്. നെക്സ്റ്റ് പീജിയൻ ആണ്. ഇറ്റ് ഹാസ് വിങ്സ് ടു ഫ്ലൈ, ഷാർക്ക് പീക്ക് ആൻഡ് നെയിൽ. അതിന് ഫ്ലൈ ചെയ്യാൻ പറ്റുന്ന വിങ്സ് ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ പീക്ക് എന്ന് പറയുന്നത് വളരെ ഷാർപ്പാണ്, അതുപോലെ നെയിൽസും വളരെ ഷാർപ്പാണ്. ഫ്ലൈ ആൻഡ് വോക്കാണ് അത് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഫിഷ് ആണ്. ഫിഷിന് ഫ്ലാറ്റ് ബോഡിയാണ്, അത് സ്വിം ചെയ്യാൻ അതിനെ കൊണ്ട് പറ്റുന്നുണ്ട്. ദെൻ ഒബ്സർവ് ദ മൂവ്മെൻറ്റ് ഓഫ് ഡക്ക്. അപ്പോൾ നിങ്ങൾ ഡക്കിൻ്റെ മൂവ്മെൻറ്റ് കണ്ടിട്ടുണ്ടോ? ഡക്ക് എങ്ങനെയാണ്? വെള്ളത്തിൽ ഇങ്ങനെ സ്വിം ചെയ്യുകയും അതുപോലെ കരയിലെത്തുമ്പോൾ നടന്നു പോവുകയും ചെയ്യും അല്ലേ. ആ തേർഡ് ക്രിയേച്ചേഴ്സ് ദാറ്റ് മൂവ് ഇൻ മോർ ദാൻ വൺ വേ.
ഫൈൻഡ് ദം. അപ്പോൾ ഇത്തരത്തിൽ ഒന്നിൽ കൂടുതൽ മൂവ്മെൻറ്റ് നടത്തുന്നത് ഏതൊക്കെയാണുള്ളത്? ഒന്ന് ഡക്ക്, അടുത്തത് ഹോഴ്സ്. ഹോഴ്സും എങ്ങനെയാണ് വാക്ക് ചെയ്യുകയും ജമ്പ് ചെയ്യുകയും അതുപോലെ തന്നെ വാക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ഇത്തരത്തിലുള്ള ഒരു ക്രിയേച്ചറാണ്. റൈറ്റ് ഡൗൺ അബൌട്ട് ദ മൂവ്മെൻറ്റ് ഓഫ് മോർ ക്രിയേച്ചേഴ്സ്, ഡിസ്കസ് വിത്ത് ഫ്രണ്ട്സ് ആൻഡ് എക്സ്പാൻഡ് ദ അബൌവ് ടേബിൾ. ഓക്കെ, ഈച്ച് ക്രിയേച്ചേഴ്സ് ഹാസ് എ മൂവ്മെൻറ്റ് ബേസ്ഡ് ഓൺ ദ ഫീച്ചേഴ്സ് ഓഫ് ഇറ്റ്സ് ബോഡി ആൻഡ് ദ എൻവയോൺമെൻറ്റ് ദാറ്റ് ഇറ്റ് ലീവ്സ്. അപ്പോൾ ഓരോ അനിമൽസിനും ഓരോ ക്രിയേച്ചേഴ്സിനും അതിൻ്റെ ശരീരത്തിൻ്റെയും അത് ജീവിക്കുന്ന ആ ഒരു എൻവയോൺമെൻറ്റിൻ്റെയും ഫീച്ചേഴ്സിനനുസരിച്ചിട്ട് അതിൻ്റെ മൂവ്മെൻറ്റിനും ഡിഫറൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഡൈവേഴ്സിറ്റി ഇൻ ഫുഡ്. ഇനി അടുത്തത് ഫുഡിൽ എങ്ങനെയൊക്കെയാണുള്ളത്, ഫുഡ് എങ്ങനെയൊക്കെയാണ് ഇവർ കഴിക്കുന്നത്, എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ആൻഡ്സ് ആൻഡ് സ്മോൾ ഇൻസെക്ട്സ് ആർ മൈ ഫുഡ്. അപ്പോൾ ബുൾച്ചാടി ഗ്രാസ് ഹൂപ്പർ പറയാണ്, ഗ്രാസ് ഹൂപ്പർ അല്ല, നമ്മുടെ ആരാണ്, മാൻറ്റിസ് ആണ്, അഥവാ തൊഴുക്കയ്യൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ അത് പറയാണ് ഉറുമ്പുകളും അതുപോലെ തന്നെ ചെറിയ ഇൻസെക്ട്സ് ഒക്കെയാണ് ഞാൻ ഫുഡായിട്ട് കഴിക്കുന്നത് എന്ന് പറയാണ്. അപ്പോൾ ബട്ടർഫ്ലൈ എന്താ പറയുന്നത്? ഐ ലൈക്ക് ദ സ്വീറ്റ് നെക്ടർ ഓഫ് ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സിൽ നിന്ന് കിട്ടുന്ന ആ ഒരു നെക്ടർ, ആ ഒരു തേനാണ് എൻ്റെ ഇഷ്ടമായിട്ടുള്ളത് എന്ന് പറയാണ്. ഹാവ് യു റീഡ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ പ്രേയിങ് മാനിറ്റ്സ് ആൻഡ് ബട്ടർഫ്ലൈ. അപ്പോൾ ഇവർ തമ്മിലുള്ള കോൺവെർസേഷനാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. വാട്ട് ഡിഡ് ദേ സേ? അവരെന്താ പറയുന്നത്? അവരുടെ എന്തൊക്കെയാണ് അവർ ഫുഡ് ആക്കി കഴിക്കുന്നത് എന്നാണ് പറയുന്നത് അല്ലേ. ഫൈൻഡ് ഔട്ട് ദ ഫുഡ് ഓഫ് എ ഫ്യൂ അതർ ക്രിയേച്ചേഴ്സ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ ടേബിൾ ഗിവൺ. അപ്പോൾ താഴെ കുറച്ച് ക്രിയേച്ചേഴ്സിനെ തന്നിട്ടുണ്ട്, അവരെന്തൊക്കെയാണ് ഫുഡായിട്ട് കഴിക്കുന്നത് എന്നാണ് നമ്മളവിടെ എഴുതേണ്ടത്. കൗ കഴിക്കുന്നത് എന്താണ്? ലീഫും ഗ്രെയിൻസുമാണ്. ക്രോ കഴിക്കുന്നത് ഫ്രൂട്ട്സ്, മീറ്റ്, ഫിഷ്, ഗ്രെയിൻസ്. എലിഫൻറ്റ് കഴിക്കുന്നത് ലീഫ്, ഷുഗർ കെയിന്, പാം ലീഫ്. സ്ക്യൂറൽ കഴിക്കുന്നത് സീഡ്സ്, ഫ്രൂട്ട്സ്. ഹെന്ന് കഴിക്കുന്നത് ലീഫ്, മീറ്റ്, ഫിഷ്, ഗ്രെയിൻസ്. ഈഗിൾ കഴിക്കുന്നത് മീറ്റാണ്. കിങ് ഫിഷ് കഴിക്കുന്നത് ഫിഷാണ്. ഫ്രോഗ് കഴിക്കുന്നത് സ്മോൾ ഫ്ലൈസും ഗ്രാസ് ഹൂപ്പറുമാണ്. ലയൺ കഴിക്കുന്നത് മീറ്റാണ്. ടൈഗർ കഴിക്കുന്നത് മീറ്റാണ്. ഓക്കെ, അപ്പോൾ ഈ ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ വിച്ച് എമംഗ് ദ ക്രിയേച്ചേഴ്സ് ഈറ്റ് ഓൺലി ദ പാർട്സ് ഓഫ് ദ പ്ലാന്റ്. അപ്പോൾ ഈ പ്ലാന്റ്സ് ഓഫ് പ്ലാന്റ് കഴിക്കുന്നത് ഏതൊക്കെ ക്രിയേച്ചേഴ്സ് ആണ്? കൗവ്, എലിഫൻറ്റ്, സ്ക്യൂരൽ, ഇതൊക്കെയാണ് കഴിക്കുന്നത്. വിച്ച് ക്രിയേച്ചേഴ്സ് ഈറ്റ് ഓൺലി മീറ്റ്. മീറ്റ് കഴിക്കുന്നതോ? ഈഗിള്, കിങ് ഫിഷർ, ലയൺ, ടൈഗർ. വിച്ച് ക്രിയേച്ചേഴ്സ് ഈറ്റ് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് മീറ്റ്. പ്ലാന്റ്സും മീറ്റും കഴിക്കുന്നത് മിക്സ് ആയിട്ട് കഴിക്കുന്നത് ആരാണ്? ക്രോ, ഹെന്ന്, ഫ്രോഗ്. ഓക്കെ, ദ ക്രിയേച്ചേഴ്സ് വിച്ച് മീറ്റ് ഓൺലി പ്ലാന്റ് പാർട്സ് എന്താണ്? ആർ കോൾഡ് ഹെർബിവോറസ്. അപ്പോൾ ഈ പ്ലാന്റ്സ് ഓഫ് പാർട്സ് അത് മാത്രം കഴിക്കുന്ന ജീവികളെ നമ്മൾ ഹെർബിവോർ എന്ന് പറയുന്നു. ഓക്കെ, ഹെർബിവോറസ് എന്ന് പറയുന്നു. ദ ക്രിയേച്ചേഴ്സ് വിച്ച് ഈറ്റ് ഓൺലി മീറ്റ് ആർ കോൾഡ് കാർണിവോർ. ഓക്കെ, കാർണിവോർ എന്ന് പറയുന്നു. ഇനി ദെൻ അടുത്തത് ഒംനിവോർ ആർ ക്രിയേച്ചേഴ്സ് ദാറ്റ് ഈറ്റ് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് മീറ്റ്. അപ്പോൾ ഒംനിവോർ എന്ന് പറയുന്നത് ഇത് മിക്സ് ആയിട്ട് കഴിക്കുന്ന ആളുകളെ പറയുന്നതാണ്. കളർ ദ സർക്കിൾസ് ഇൻ ദ ബോക്സ് അക്കോർഡിംഗ് ടു ദ ക്ലൂസ് ഗിവൺ. അപ്പോൾ ഇവിടെ കുറച്ച് ക്ലൂസ് തന്നിട്ടുണ്ട്. എന്താണ്? ആരൊക്കെയാണ് ഹെർബിവോർ, ആരൊക്കെയാണ് കാർണിവോർ എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ഇവിടെ കളർ കൊടുക്കണം. ഇപ്പോൾ ഏതാണോ കാർണിവോർ അതിന് നമ്മൾ യെല്ലോ കളർ കൊടുക്കുക, ഒംനിവോറിന് ഗ്രീന് കൊടുക്കുക, ഹെർബിവോറിന് റെഡ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കൗ ആണ്. കൗ എന്താണ്? കൗ എന്ന് പറയുന്നത് ഹെർബിവോറാണ്. അപ്പോൾ അവിടെ ഏത് കൊടുക്കണം? നമ്മുടെ റെഡ് കൊടുക്കണം. ഇനി ഡിയർ എന്ന് പറയുന്നതും ഹെർബിവോറാണ്, അതിനും നമ്മൾ എന്ത് കൊടുക്കുക? റെഡ് കൊടുക്കുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അടുത്ത ഹെർബിവോർ ഏതാണ്? ഇതാണ്, ഈ ബീസാണ്, അതിനും റെഡ് കൊടുക്കുക. നെക്സ്റ്റ് ബഫല്ലോ ആണ്, ബഫല്ലോക്ക് റെഡ് കൊടുക്കുക. അതുപോലെ തന്നെ ബട്ടർഫ്ലൈയും ഹെർബിവോറാണ്, അതിനും റെഡ് കൊടുക്കുക. ദെൻ മൗസും ഹെർബിവോറാണ്, അതിനും റെഡ് കൊടുക്കുക. ഇനി അടുത്തത് ഏതാണ് ഒംനിവോർ എന്ന് നോക്കാം. ഏതൊക്കെയാണ് ഒംനിവോർ? ഹെൻ എന്ന് പറയുന്നത് ഒംനിവോറാണ്. ഓക്കെ, ഒംനിവോറാണ്. ഓക്കെ, അതുപോലെ തന്നെ ഫ്രോഗും ഒംനിവോറാണ്, ഒംനിവോർ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഏതാണ്? കാർണിവോറാണ്. ഈ ടൈഗർ എന്ന് പറയുന്നത് കാർണിവോറാണ്. ദെൻ ലിസാർഡ് എന്ന് പറയുന്നതും കാർണിവോറാണ്. അപ്പോൾ ഇങ്ങനെയായിരിക്കണം കൂട്ടുകാർ ഇതിന് നിറം കൊടുക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് വൺ കംപ്ലീറ്റ് ദ ലിസ്റ്റ് ബൈ ആഡിങ് മോർ നെയിംസ് ഓഫ് എനിമൽസ്. ഇതിൽ കൂടുതൽ ജീവികളുടെ പേര് ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. ഇവിടെ ഏതൊക്കെയാണ് ഹെർബിവോറസ്, ഏതൊക്കെയാണ് കാർണിവോറസ്, ഏതൊക്കെയാണ് ഒംനിവോറസ് എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ഹെർബിവോറസ് ഏതൊക്കെയാണ്? കൗ, എലിഫൻറ്റ്, റാബിറ്റ്, ഡിയർ, ഗോട്ട്, ബട്ടർഫ്ലൈ, സ്ക്യൂരൽ, ഇതൊക്കെ ഹെർബിവോറാണ്. അടുത്തത് കാർണിവോറസ് ആണ്. കാർണിവോറസ് ലയൺ, ടൈഗർ, ഫോക്സ്, ഈഗിൾ, വുൾഫ്, കിങ് ഫിഷർ, ചീറ്റ. നെക്സ്റ്റ് ഒംനിവോറസ് ആണ്. ക്രോ, ഹെന്ന്, ഹ്യൂമൻ,
frog. Okay. Then, is there any connection between the body features of creatures and their food habits? What is your opinion? Right. അഥവാ ഇപ്പോൾ ജീവികളും അവർ കഴിക്കുന്ന ഭക്ഷണവും തമ്മിൽ അല്ലെങ്കിൽ അവരുടെ ബോഡി ഫീച്ചേഴ്സും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു പശു കഴിക്കുന്നത് എന്താണ്, പുല്ലുകളാണല്ലേ. പുല്ല് കഴിക്കണമെങ്കിൽ അതിൻ്റെ എന്താണ് പല്ലുകളൊക്കെ അതിനനുസരിച്ച് സ്ട്രക്ചർ ആയിരിക്കണം. അല്ലെങ്കിൽ പിന്നെ അതിനെ കഴിക്കാൻ വേണ്ടി പറ്റുമോ? അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പശുവിന് നമ്മളൊരു മീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് കഴിക്കാൻ വേണ്ടി പറ്റുമോ? അതിൻ്റെ പല്ല് അതിനനുസരിച്ചുള്ളതായിരിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള കണക്ഷൻസ് ഉണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെ കണക്ഷൻസ് ഉണ്ട്. ഒബ്സർവ് ദ പിക്ചേഴ്സ്. വിച്ച് ബോഡി പാർട്സ് ഓഫ് ദ ക്രിയേച്ചേഴ്സ് ഹെൽപ്പ് ദം ടു ക്യാച്ച് ദെയർ പ്രേ ആൻഡ് ഈറ്റ് ഇറ്റ്. ഹൗ? ഇപ്പോൾ ഇവിടെ ചിത്രങ്ങൾ നോക്കുക. അവരുടെ ശരീരഭാഗങ്ങൾ ഈ ജീവികൾക്ക് എങ്ങനെയാണ് അവരുടെ പ്രേ അഥവാ ഇരയെ പിടിക്കാൻ വേണ്ടി പറ്റുന്നതും ആഹാരമാക്കാൻ സാധിക്കുന്നതും എന്നാണ്. ഡക്കിന് എങ്ങനെയാണ്? ഡക്ക് അതിൻ്റെ പീക്ക് ഉപയോഗിച്ചുകൊണ്ടാണ്. ഓക്കെ. അതുപോലെ തന്നെ ഈഗിള് പീക്കും ലെഗ്സും നെയിലും ഉപയോഗിച്ചുകൊണ്ടാണ് ഇരയെ പിടിക്കുന്നത്. ഫ്രോഗ് അതിൻ്റെ ടങ്ക് കൊണ്ടാണ് പിടിക്കുന്നത്. ലയണ് അതിൻ്റെ ടീത്തും നെയിലും വെച്ചുകൊണ്ടാണ് പിടിക്കുന്നത്. കാർണിവോറസ് യൂസ് ദെയർ ഷാർപ്പ് നെയിൽസ് ടു അറ്റാക്ക് ദെയർ പ്രേ. അപ്പോൾ കാർണിവോറസ് അതിൻ്റെ ഷാർപ്പ് നെയിൽസ് ആണ് അതിൻ്റെ ഇരയെ പിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ദേ യൂസ് ദെയർ ഷാർപ്പ് പോയിൻറ്റഡ് ടീത്ത് ടു ബൈറ്റ് ആൻഡ് ടിയർ ദെയർ പ്രേ. അപ്പോൾ അതുകൊണ്ട് ആ മൂർച്ചയേറിയ ആ പല്ലുകൾ ഉപയോഗിച്ച് തന്നെയാണ് ഇതിനെന്ത് ചെയ്യുന്നത്, ഇതിനെ ബൈറ്റ് ഇങ്ങനെ ചവച്ചരക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, കാർണിവോർ ബേർഡ്സ് ക്യാൻ peck and eat their prey with their strong and sharp beaks. അപ്പോൾ കാർണിവോറിലുള്ള ഈ ഒരു കഴുകന് എന്നൊക്കെ പോലെയുള്ളതൊക്കെ എങ്ങനെയാണ്, അതിന് ബലമുള്ളതും അതുപോലെ തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള പീക്ക് ചുണ്ടുകളാണുള്ളത്. ഇതുകൊണ്ടാണ് അത് അതിൻ്റെ പ്രേനെ കൊത്തി ആഹാരമാക്കുന്നത്. സ്ട്രോങ് ലെഗ്സ് ആൻഡ് ദെയർ ഷാർപ്പ് ആൻഡ് ക്ലൗസ് ഹെൽപ്പ് ദം ഇൻ ഗാദറിങ് ഫുഡ്. അതുപോലെ തന്നെ അതിന് ബലമേറിയിട്ടുള്ള ലെഗ്സും കൂർത്ത് വളഞ്ഞ പോലെയുള്ള നെയിൽസും ഉണ്ട്. ഇത് ആഹാരം ഇങ്ങനെ സംഭരിക്കാൻ വേണ്ടിയിട്ടൊക്കെ അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദ സ്ട്രക്ചർ ഓഫ് ടീത്ത് ഓഫ് ഹെർബിവോറസ് ഈസ് സിറ്റുവേറ്റഡ് ടു chew പ്ലാന്റ് പാർട്സ്. അപ്പോൾ സസ്യഭാഗങ്ങൾ ചവച്ചരക്കുന്നതിന് അനുയോജ്യമായിട്ടുള്ള ഒരു ടീത്താണ് ആർക്കുള്ളത്, ഹെർബിവോറസിന് ഉള്ളത്. മെനി ഫോം വൺ ലൈഫ്. എന്താണ്, പല രൂപങ്ങളും ഒരു ജീവിതവുമാണ്. മിത്ര വാസ് പ്ലേയിങ് ഇൻ ദ കോർട്ട്യാർഡ്. മിത്ര കോർട്ട്യാർഡിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ദർ വർ സം ലൈറ്റ് യെല്ലോ പേളി ഒബ്ജക്റ്റ് ഇൻ എ പ്ലാന്റ്. അങ്ങനെ ഒരു പ്ലാന്റിൽ എന്ത് കണ്ടു, ഒരു യെല്ലോ ഒബ്ജക്റ്റ്, ഒരു പേള് പോലെയുള്ള ഒരു ഒബ്ജക്റ്റ് അത് കണ്ടു. ദെൻ മിത്ര കോൾഡ് ഹെർ മദർ. അങ്ങനെ മിത്ര എന്ത് ചെയ്തു, അവളുടെ അമ്മയെ വിളിച്ചു. മദർ ലുക്ക്ഡ് അറ്റ് ദ ലീവ്സ്. അങ്ങനെ അമ്മ എന്ത് ചെയ്തു, അതൊക്കെ നോക്കി. ഈ പിക്ചറിൽ കാണുന്നതാണ് കേട്ടോ. ദീസ് ആർ ദ എഗ്സ് ഓഫ് എ ബട്ടർഫ്ലൈ ഡിയർ. അപ്പോൾ പറയാണ് ഇത് ബട്ടർഫ്ലൈയുടെ എഗ് ആണ് എന്ന് പറയാണ്. ഷീ വെയിറ്റഡ് ഈഗർലി ടു സീ ദ ബട്ടർഫ്ലൈ കമ്മിങ് ഔട്ട് ഓഫ് ദ എഗ്. അപ്പോൾ ആ എഗ്ഗിൽ നിന്നും ബട്ടർഫ്ലൈ വരുന്നത് നോക്കിയിട്ട് അവൾ കുറേ ദിവസം വെയിറ്റ് ചെയ്തിരുന്നു. വാട്ട് ഈസ് സർപ്രൈസ്, ഷീ സോസ് ഓൺലി വോംസ്. പക്ഷെ എന്താണ്, അവൾ അവിടെ കുറച്ച് പുഴുക്കളെ മാത്രമേ കണ്ടുള്ളൂ. മോം, ആർ ദേ റിയലി നോട്ട് ദ എഗ് ഓഫ് ദ ബട്ടർഫ്ലൈസ്. അപ്പോൾ അമ്മയോട് ചോദിക്കുകയാണ്, ശരിക്കും ഇത് പൂമ്പാറ്റയുടെ ഇത് തന്നെയാണോ എന്ന് ചോദിക്കുകയാണ് അല്ലേ. ദീസ് വോംസ് വിൽ ബിക്കം ബട്ടർഫ്ലൈസ് ഡിയർ. ഇറ്റ് ഈസ് കോൾഡ് ലാർവ. അപ്പോൾ പറയാണ് ഈ ഒരു വോംസ്, ഈ പുഴുക്കളെയാണ് നമ്മൾ ലാർവ എന്ന് പറയുന്നത്. ഇതാണ് പിന്നീട് ബട്ടർഫ്ലൈ ആയിട്ട് മാറുന്നത്. മിത്ര ബിക്കേം ക്യൂരിയസ്. ഷീ ടുക്ക് ഫോട്ടോസ് ഓഫ് ദ ചേഞ്ചസ് ഹാപ്പനിങ് ടു ദ വോം ഇൻ ദ ഫോളോയിങ് ഡേയ്സ്. അപ്പോൾ പിന്നെ വരുന്ന ദിവസങ്ങളിലൊക്കെ മിത്രക്ക് ഇത് എന്താണെന്ന് അറിയാൻ വളരെയധികം ക്യൂരിയസ് ആയിരുന്നു. അങ്ങനെ അവൾ അതിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി തുടങ്ങി. ഒബ്സർവ് ദ പിക്ചേഴ്സ്, ഫൈൻഡ് ഔട്ട് ദ നെയിം ഓഫ് ഈച്ച് സ്റ്റേജ് ആൻഡ് റൈറ്റ് ദ ഫീച്ചേഴ്സ് ഇൻ യുവർ സയൻസ് ഡയറി. അപ്പോൾ ഇതാണ് അവിടെ ഉള്ളത്. ഇതെന്ത് ചെയ്യണം, ഇത് ഏതൊക്കെയാണോ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്തിട്ട് അതിൻ്റെ പേര് എഴുതുക. എന്നിട്ട് അതിൻ്റെ ഫീച്ചേഴ്സ് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർ നിങ്ങളുടെ ചുറ്റും ഏതെങ്കിലും സസ്യത്തിലൊക്കെ ഇതേപോലെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നത് നന്നായിരിക്കും. ഓക്കെ, ഈ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, ഇതെന്ന് പറയുന്നത് എഗ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എഗ് എന്ന് എഴുതി കൊടുക്കുക, എഗ്ഗാണ്. ദെൻ എഗ് എന്താവും, ലാർവയാകും. ലാർവ പ്യൂബയാകും. പിന്നീടാവുന്നത് എന്താണ്, ലാസ്റ്റ് അത് ബട്ടർഫ്ലൈ ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ ബട്ടർഫ്ലൈ എന്ന് എഴുതി കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മുടെ ബട്ടർഫ്ലൈയുടെ ഒരു ഫോർമേഷൻ എന്ന് പറയുന്നത്. ദെൻ if you observe the bottom of the curry leaves and other plants, you can find butterfly eggs sticking there. അപ്പോൾ ഈ കറി ലീവ്സിൽ അതുപോലെയുള്ള പ്ലാന്റ്സിലൊക്കെ ഇതേപോലെ ബട്ടർഫ്ലൈ ഉണ്ടായിരിക്കും. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഒബ്സർവ് ദീസ് ബട്ടർഫ്ലൈസ് ആർ ഇൻ ദ ഡിസൈൻ ഓഫ് ദ വിങ്സ് ഇൻ ദ സെയിം. ഇപ്പോൾ രണ്ട് ബട്ടർഫ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഒരേപോലെയാണോ? അല്ല അല്ലേ.
ഹൗ എബൌട്ട് ദ ബട്ടർഫ്ലൈ ദാറ്റ് യു കളേർഡ്? അപ്പോൾ നിങ്ങളിവിടെ മേലെ ഒന്ന് കളർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആ ബട്ടർഫ്ലൈയും ഇതേപോലെയാണോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറമായിരിക്കും കൊടുത്തിട്ടുണ്ടാവും അല്ലേ? ഡു ദ വിങ്സ് ഓർ ദ ബട്ടർഫ്ലൈസ് ലുക്സ് ലൈക്ക് ദിസ്? അപ്പോൾ എല്ലാ ബട്ടർഫ്ലൈയുടെയും വിങ്സ് എന്ന് പറയുന്നത് ഇതേപോലെയാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒബ്സർവ് ദ ബട്ടർഫ്ലൈസ് ഇൻ യുവർ സറൗണ്ടിങ്സ്, പ്രസൻറ്റ് യുവർ ഫൈൻഡിങ്സ് ഇൻ ടു ദ ക്ലാസ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ചുറ്റുമുള്ള ബട്ടർഫ്ലൈസിനെ ഒക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ എഴുതുക. ഇവിടെ നോക്കൂ, ഇവിടെ സ്കൂളിലെ ഒരു ഗാർഡൻ ആണല്ലേ. അപ്പോൾ ആ ഒരു ഗേൾ പറയുന്നുണ്ട്, ഈച്ച് ക്ലാസ് ഓഫ് ബട്ടർഫ്ലൈസ് ഈസ് ഗിവൺ നെയിം ടു ഐഡൻറ്റിഫൈ ദം. അപ്പോൾ പൂമ്പാറ്റകളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോന്നിനും ഓരോ പേരുകളൊക്കെ നൽകിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ബോയ് ചോദിക്കുകയാണ്, ഹോ ഡു ബട്ടർഫ്ലൈസ് ഹാവ് നെയിംസ്? ബട്ടർഫ്ലൈക്കും നെയിംസോ എന്ന് ചോദിക്കുകയാണ്. ഇവിടെ നോക്കൂ കൂട്ടുകാരെ, ഈ ബട്ടർഫ്ലൈന് നമ്മൾ പറയുന്നതാണ് കോമൺ ജെസബൽ എന്ന് പറയും. ഓക്കെ, ഇത് കോമൺ ഗ്രാസ് യെല്ലോ എന്ന് പറയും. അപ്പോൾ ഓരോ ബട്ടർഫ്ലൈക്കും ഓരോ നെയിംസ് ആണ് ഉള്ളത്. ദ ലാർജസ്റ്റ് ബട്ടർഫ്ലൈ ഇൻ കേരളം ഈസ് സദേൺ ബേർഡ് വിങ് അഥവാ ഗരുഡ ശലഭം ആൻഡ് ദ സ്മോളസ്റ്റ് ഈസ് ഗ്രാസ് ജുവൽ രത്നനീലി. ദ ഒഫീഷ്യൽ ബട്ടർഫ്ലൈ ഓഫ് കേരളം ഈസ് മലബാർ ബാൻഡഡ് പീകോക്ക് അഥവാ ബുദ്ധമയൂരിയാണ്. ദെൻ ദ പിക്ചേഴ്സ് ഓഫ് സം ബട്ടർഫ്ലൈസ് ഫൗണ്ട് ഇൻ അവർ സറൗണ്ടിങ്സ് ആർ ഗിവൺ ബിലോ. ഏതൊക്കെയാണ്? ടൗണി കോസ്റ്റർ, കോമൺ പ്യൂററ്റ്, ബ്ലൂ ടൈഗർ, ക്രിംസൺ റോസ്, ലെമൺ പാൻസി, കോമൺ മോർമൻ. ഓക്കെ, ഒബ്സർവ് ദ ബട്ടർഫ്ലൈസ് ഇൻ യുവർ സറൗണ്ടിങ്സ്, ഫൈൻഡ് ദെയർ നെയിംസ് ആൻഡ് റൈറ്റ് ദം. അപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള ബട്ടർഫ്ലൈസിനെയൊക്കെ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക, എന്നിട്ട് അവരുടെ പേരൊക്കെ അറിയാവുന്നത് നിങ്ങളൊന്ന് എഴുതുക. ബട്ടർഫ്ലൈസ് ഡിപ്പെൻഡ്സ് ഓൺ പ്ലാന്റ്സ് ഇൻ ടു 2 ways, ഫോർ ലേയിങ് എഗ്സ് ആൻഡ് ഫോർ ഫുഡ്. ഈ ബട്ടർഫ്ലൈസ് 2 തരത്തിലാണ് ഈ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. എന്തിനൊക്കെയാണ്? ഒന്ന് മുട്ടയിടാനും മറ്റൊന്ന് ഫുഡിനും വേണ്ടിയിട്ടാണ്. ദ കോമൺ മെർമൻ ബട്ടർഫ്ലൈ അഥവാ നാരകക്കലി യൂഷ്വലി ലേസ് എഗ്സ് ഓൺ ദ citrus plant നാരകം and the orange berry plant panel. Their larvae eat the leaves of these plants. When they becomes butterflies, they find nectar from the flowers of hibiscus, white orchid tree and morning breeze plant. അപ്പോൾ എന്തൊക്കെയാണ്? ഈ നാരകക്കാളി എന്ന് പറയുന്ന ഈ ശലഭം മുട്ടയിടുന്നത് നാരകത്തിലാണ്. അതുപോലെ തന്നെ അവ നാരകത്തിനെയാണ് ഭക്ഷണമാക്കുന്നത്. അപ്പോൾ ഈ ഇലയുടെ പേരാണ് ആ ഒരു ബട്ടർഫ്ലൈക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ തേൻ കുടിക്കുന്നത് ചെമ്പരത്തി, മന്ദാരം, മുസാന്ത തുടങ്ങിയ പൂക്കളിൽ നിന്നുമാണ്. അപ്പോൾ ഓരോന്നിനും പേര് കിട്ടിയിട്ടുള്ളത് അവർ കഴിക്കുന്ന അല്ലെങ്കിൽ ഇതിനെ ബേസ് ചെയ്തിട്ടാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഗ്രോ പ്ലാന്റ്സ് ലൈക്ക് എ പക്കോഡ ഫ്ലവർ അഥവാ കൃഷ്ണകിരീടം, റാറ്റിൽ വീഡ് കിലുക്കി, ക്യാരി ലീവ്സ്, സിട്രസ് ഓലൻഡർ. The attract butterflies in your school biodiversity garden. Observe what types of butterflies come to the garden. അപ്പോൾ എന്താണ്? വിദ്യാലയത്തിൽ നമ്മളൊരു ഗാർഡൻ ഇല്ല, അവിടെ നമുക്ക് കൃഷ്ണകിരീടം, കിലുക്കി, കറിവേപ്പ്, നാരകം, അരളി തുടങ്ങിയ ഇങ്ങനെ ബട്ടർഫ്ലൈസിനെ അട്രാക്റ്റ് ചെയ്യുന്ന ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുക. അപ്പോൾ അവിടെ ബട്ടർഫ്ലൈസ് ഒക്കെ കൂടുതലായിട്ട് വരും. ഇനി ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ കുറേ ക്രിയേച്ചേഴ്സ് ആണുള്ളത്. ഹൗ മെനി വെറൈറ്റീസ് ഓഫ് ക്രിയേച്ചേഴ്സ് ആർ അറൗണ്ട് us? നമുക്ക് ചുറ്റും ഒരുപാട് വെറൈറ്റിയിലുള്ള ക്രിയേച്ചേഴ്സ് ഉണ്ട്. വേർ ഡു ദേ ലിവ്? അവരൊക്കെ എവിടെയാണ് ജീവിക്കുന്നത്? ഫോറസ്റ്റ്, പോണ്ട്, റിവർ, സീ, ഗാർഡൻ, ഫീൽഡ്, ഇവിടെയൊക്കെയാണ് അവർ പ്രധാനമായിട്ടും ജീവിക്കുന്നത്. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദേ ബിക്കം എക്സ്റ്റിൻറ്റ്? അപ്പോൾ അവരില്ലാതായിക്കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം ഉണ്ടാവുക? നമ്മുടെ ഭൂമിയിൽ ഒരു ജീവൻ ഇല്ലാതായിക്കഴിഞ്ഞാൽ മറ്റൊരു ജീവൻ കൂടും അല്ലേ? അല്ലെങ്കിൽ ആ ഒരു ജീവൻ ഇല്ലാതായിക്കഴിഞ്ഞാൽ അതിനെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരിക്കും, അതൊക്കെ നാശനഷ്ടത്തിൽ ആവും. What can we do to protect the surroundings where these creatures live? ഇവരൊക്കെ ലീവ് ചെയ്യാൻ വേണ്ടി, ഇവരൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും? ഡു നോട്ട് ത്രോ വേസ്റ്റ്, എന്താണ്? മാലിന്യങ്ങളൊന്നും നമ്മൾ വലിച്ചെറിയരുത്. ഡു നോട്ട് കട്ട് ട്രീസ്, അതുപോലെ തന്നെ ആ ട്രീസ് ഒന്നും കട്ട് ചെയ്യരുത്. പ്ലാന്റ് മോർ ട്രീസ്, നമ്മൾ ഒരുപാട് ട്രീസ് വെച്ച് പിടിപ്പിക്കണം. ഡോണ്ട് ഡിസ്ട്രോയ് ഫീൽഡ്സ്, ഹിൽസ്, പോൺസ് ആൻഡ് റിവേഴ്സ്, അതുപോലെ തന്നെ നമ്മൾ ഈ വയലുകളും കുന്നുകളും കുളങ്ങളും പുഴകളും ഒന്നും നമ്മൾ നശിപ്പിക്കാതിരിക്കുകയും ചെയ്യണം. അപ്പോൾ അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരുപാട് ക്രിയേച്ചേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പാഠഭാഗം എന്ന് പറയുന്നത്. ഇനി നമുക്കിതിലെ ലെറ്റ്സ് അസസ് ആണ് നോക്കാനുള്ളത്. നമുക്കത് നോക്കാം. മിത്ര ഒബ്സർവ് ദ ബോഡി ഫീച്ചേഴ്സ് ആൻഡ് ഫുഡ് ഹാബിറ്റ്സ് ഓഫ് ദ ഡൊമസ്റ്റിക് എനിമൽസ് ലൈക്ക് കാറ്റ് ആൻഡ് ഗോട്ട് ആൻഡ് റോട്ട് ദം ഇൻ ദ ടേബിൾ. ആഡ് മോർ ഡീറ്റെയിൽസ് ഇൻ ദ ഗിവൺ. അപ്പം മിത്ര തൻ്റെ വീട്ടിൽ വളർത്തുന്ന ഈ കാറ്റിൻ്റെയും ഗോട്ടിൻ്റെയും ആഹാരം, അവരുടെ ഫീച്ചേഴ്സും ബോഡി ഫീച്ചേഴ്സും ഒക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ കൊടുത്തിട്ടുണ്ട്, ബാക്കി നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. എന്തൊക്കെയാണ്? കാറ്റ് എന്ന് പറയുന്നത് ഈറ്റ്സ് മീറ്റാണ് അത് കഴിക്കുന്നത്.
ഹാസ് ഷാർപ്പ് നെയിൽസ് ഓൺ ഫീറ്റ്, അതിനെന്തുണ്ട്, ഫീറ്റിൽ നല്ല കൂർത്ത നഖങ്ങളുണ്ട്. ഹാസ് ഷാർപ്പ് ടീത്ത് ക്യാൻ സീ ഈവൺ ഇൻ ഡാർക്ക്, അതുകൊണ്ട് തന്നെ അവന് രാത്രിയിലൊക്കെ കണ്ണ് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഗോട്ടിനാണെങ്കിൽ ഈറ്റ്സ് പ്ലാന്റ്സ് പാർട്ട്, അത് പ്ലാന്റ്സ് പാർട്ടാണ് കഴിക്കുന്നത്. ഡസ് നോട്ട് ഹാവ് ഷാർപ്പ് നെയിൽസ് ഓൺ ഫീറ്റ്, അതിന് കാലിൽ കൂർത്ത നഖങ്ങളൊന്നുമില്ല. ടീത്ത് ആർ ഫീച്ചേർഡ് ടു ചൂയിങ്, അതിനിങ്ങനെ ചവച്ചരക്കാൻ പറ്റുന്ന ടീത്താണ് അതിന് ഉള്ളത്. ഫൈൻഡ് ദ സീ ക്രിയേച്ചേഴ്സ് ഹിഡൻ ഇൻ ദ പിക്ചർ ഗിവൺ, റൈറ്റ് ദെയർ നെയിംസ്. ഇവിടെ എന്താണ്, നമ്മുടെ സീയിലുള്ള കുറച്ച് ക്രിയേച്ചേഴ്സിനെ ഹിഡൻ ആയി കൊടുത്തിട്ടുണ്ട്, അത് കണ്ടെത്തിയതിൻ്റെ പേര് എഴുതണം. ഫസ്റ്റ് വൺ ഇവിടെ പേര് എഴുതി കൊടുത്തിട്ടുണ്ട്, ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. ഏതാണ്, ഒക്ടോപ്പസ്. ഒക്ടോപ്പസ് എവിടെയാണ്, ഒക്ടോപ്പസ് ഇവിടെ ഉണ്ട് അല്ലേ, ഇത് ഒക്ടോപ്പസ് എന്ന് പറയുന്നത്. ഡോൾഫിൻ, ഇത് ഡോൾഫിൻ ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റാർ ഫിഷ് ഇതാ. ദെൻ സീ ഹോൾസ് ഉണ്ട്, സീ ഹോൾസ് എവിടെയാണ്, ഇതാണ് സീ ഹോൾസ് എന്ന് പറയുന്നത്. ദെൻ പ്രൗൺസ് ഉണ്ട് അല്ലേ, അപ്പോൾ ഇതൊക്കെ സീയിലുള്ള ക്രിയേച്ചേഴ്സ് ആണ്. നെക്സ്റ്റ്, ഇൻ വിച്ച് കാറ്റഗറി ഡസ് ദ ഡക്ക് ബിലോങ്സ് ടു അക്കോർഡിംഗ് ടു ഇറ്റ്സ് ഫുഡ് ഹാബിറ്റ്സ്. അപ്പോൾ ഫുഡ് ഹാബിറ്റ്സിനെ പ്രിഫർ ചെയ്തുകൊണ്ട് നമ്മുടെ ഡക്ക് എന്ന് പറയുന്നത് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്, ഏതിലാണ്, ഒംനിവോറിലാണ് വരുന്നത്. ഓക്കെ, ഒംനിവോറിലാണ്. ഇഫ് ദ ഡക്ക് വാസ് എ കാർണിവോർ ലൈക്ക് ദ ഈഗിൾ, വാട്ട് ബോഡി ഫീച്ചേഴ്സ് വിൽ ഇറ്റ് ഹാവ്, ഡ്രോ ആഡ് മോർ. അപ്പോൾ താറാവും പരുന്തിലെ പോലെ ഒരു ഇരുപിടിക്കുകയാണെങ്കിൽ അതിനൊക്കെ എന്തൊക്കെ ഉണ്ടായിരിക്കണം, ഇറ്റ് വിൽ ഹാവ് ഷാർപ്പ് പീക്ക്, ഷാർപ്പ് നെയിൽസ് ആൻഡ് അട്രോൺ ലെഗ്സ്, ഇതൊക്കെ അതിന് ഉണ്ടായിരിക്കണം. ഇനി ഇതിന് നല്ല ഭംഗിയായിട്ട് നിങ്ങൾ നിറം കൊടുക്കുകയും കൂടെ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ആക്ടിവിറ്റിയും കഴിഞ്ഞു. ഇനി എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് ആണ്, അത് കൂട്ടുകാർ വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത മൂന്നാമത്തെ പാഠഭാഗം എന്ന് പറയുന്നത് വാട്ടർ ആൻഡ് സോയിലാണ്. അത് നമുക്ക് ഉടൻ തന്നെ നോക്കാം. അപ്പോൾ കൂട്ടുകാർ നന്നായിട്ട് പഠിക്കുക, ബാക്കിയുള്ള സബ്ജക്റ്റുകളും കേൾക്കുക, എല്ലാവരും നല്ല കുട്ടികളായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക്